2006 ഞാൻ തളിപ്പറമ്പ് DYSP ആയി ജോലി ചെയ്യാണ്. 2005 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ 2006 അസംബ്ലി തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ സമയം പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ, അത് തളിപ്പറമ്പ് സർക്കിളിന് കീഴിലാണ്, പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് തളിപ്പറമ്പ് CI സദാനന്ദൻ എന്നെ വിളിച്ച് പറയണം. രാത്രി ഒരു 11 മണിയായി. ഞാൻ മുന്നേ എവിടെ പോയതാണ്? റേഷൻ കടയിൽ പോയതാണ്. 3 മണിക്ക് വീട്ടിൽ നിന്ന് പോയി റേഷൻ വാങ്ങിയിട്ട് സാധാരണ 5:30-6 മണിക്ക് മടങ്ങി വരാറുണ്ട്. റേഷൻ വാങ്ങാൻ വീട്ടിൽ നിന്ന് കാലികളൊക്കെ മേക്കുന്ന ഒരു കുന്നിൻ ചെരുവിലൂടെ കുന്നിൻ പ്രദേശത്തുകൂടെ പോയി താഴോട്ട് ഇറങ്ങി വയലിലൂടെ പോയി പിന്നെ റോഡ് സൈഡിലുള്ള റേഷൻ കടയിൽ പോകണം. 2 കിലോമീറ്റർ കഷ്ടിയുണ്ട്. നടന്ന് തിരിച്ച് അതേപോലെ തന്നെ വരും വേണം. റീന എന്നാണ് പേര്. സുമാർ 35 വയസ്സ് പ്രായമുണ്ട്. ഭർത്താവുണ്ട്, കുട്ടികളില്ല. ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും ഈ സ്ത്രീയുമാണ് വീട്ടിൽ താമസം. ഞാൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് തളിപ്പറമ്പ് CI പറഞ്ഞു. തളിപ്പറമ്പ് സർക്കിളിലാണ് സർക്കിൾ ഓഫീസ് ഉള്ളത്. അവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക്. CI പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കിട്ടിയ വിവരം, ആളുകളുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് വിവരം പറഞ്ഞു. സംഭവ സ്ഥലത്ത് പോയി ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു 12:30 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പരിസരത്ത് അവർ പോകാൻ ഇടയുള്ള, അതായത് പോയ റൂട്ടൊക്കെ ആളുകൾ പോയി നോക്കിയിട്ടുണ്ട്, പോലീസും പോയി നോക്കി, CIയും പോയി നോക്കി. പക്ഷേ ഇരുട്ടാണ്, കുന്നിൻ പ്രദേശമാണ്, ഈ ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ട്. പശുക്കളെ ആടുകളെയൊക്കെ കെട്ടുന്ന സ്ഥലമാണെങ്കിലും അവിടെ ഇവിടെ കല്ലുട്ട് കുഴിയുണ്ട്. അങ്ങനെയുള്ള ഒരു കാട് മൂടി കിടക്കുന്ന സ്ഥലം. ലൈറ്റ് തീരെ ഇല്ല. പിന്നെ പാടത്ത് അങ്ങോട്ട് താഴെ ഇറങ്ങി പാടത്തിൻ്റെ വരമ്പാണ്. അതിലേക്ക് ആളുകളും ബന്ധുക്കളും പോലീസൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. വഴിയുടെ അടുത്ത് ഒരു 10-25 മീറ്റർ അകലത്തിലായിട്ടൊന്നും എവിടെയും കാണാനില്ല. റേഷൻ കടയിൽ അന്വേഷിച്ച സമയത്ത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി പോന്നിട്ടുണ്ട്. അത് 1-2 സ്ത്രീകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അരി വാങ്ങി അവർ തലയിലും വെച്ചിട്ട് പോരുന്നത്. ഒരു ബ്ലൗസും ലുങ്കിയും ഒരു മേൽമുണ്ട് തോർത്തുമാണ് വേഷം. അരി തലയിൽ വെച്ചിട്ടാണ് നടന്നു വന്നിരുന്നത് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ആ റേഷൻ കടയിൽ നിന്ന് വരുമ്പോൾ റോഡ് കഴിഞ്ഞ് വയൽ കഴിഞ്ഞ് ഈ കുന്ന് കയറി പിന്നെ കാലികളൊക്കെ മേയ്ക്കുന്ന സ്ഥലത്ത് കൂടെ വന്ന് ഒരു കോളനി പോലെ 10-20 വീടുകൾ അടുത്തടുത്തുള്ള ഒരു വീടുകളാണ്. അതുവരെ റോഡ് ടാർ ചെയ്യാത്ത റോഡ് പോവും. അതിൻ്റെ ഒരു 200 മീറ്റർ അപ്പുറം വരെ ടാർ ചെയ്ത് റോഡ് പോവുകയുള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. ഈ നടന്നു പോകുന്ന വഴിയുടെ ഒരു 25 മീറ്റർ അകലത്തിലായിട്ട് എല്ലാ സ്ഥലവും ആളുകളും ബന്ധുക്കളും പോലീസൊക്കെ അരിച്ച് പെറുക്കിയിട്ടുണ്ട്. ഒരു വിവരം ഇപ്പോൾ കിട്ടിയിട്ടില്ല. പരിസരത്തൊന്നും ലൈറ്റില്ല. ടോർച്ചൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും തിരഞ്ഞിട്ടുള്ളത്. തെരച്ചിൽ അവർ തുടരുന്നുണ്ട്, പോലീസും നാട്ടുകാരും തുടരുന്നുണ്ട് എന്ന് വിവരം പറഞ്ഞു. ആ വിവരം കിട്ടിയപ്പോൾ വീണ്ടും ഞാനും പോകാമെന്ന് കരുതി തളിപ്പറമ്പെന്ന് ഞാനും പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വന്ന് അവിടെയുള്ള പോലീസുകാരനെയും കൂട്ടി ഈ സംഭവ സ്ഥലം CIയുള്ള സ്ഥലത്തേക്ക് പോയി. CI അപ്പോൾ വീട്ടുകാരെ ഓരോരുത്തരെ ചോദിക്കുകയാണ്, അയൽവാസികളെയും ബാക്കിയൊക്കെ. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് ആർക്കും മോശമായിട്ടൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വളരെ നല്ല സ്ത്രീയാണ്. ഭർത്താവ് കൂലിപ്പണിക്ക് പോകണു. ഭർത്താവും ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ഭർത്താവിൻ്റെ അമ്മയുമായിട്ടും യാതൊരു പ്രശ്നങ്ങളുമില്ല. അയൽവാസികളുമായിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അയൽക്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവമാണ്. അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നു. ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനും ഈ പോകുന്ന വഴിയിലൂടെ കുറച്ച് സ്ഥലം വരെ പാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിലും ആ കുന്നിൻ പ്രദേശം, അതിൻ്റെ ചെരുവും പ്രദേശമൊക്കെ പല സ്ഥലത്തും ഞാനും ആ രാത്രി സമയത്തൊന്നും പോയി നോക്കി. ഒരു വിവരമില്ല. അപ്പോൾ CI പറഞ്ഞു നമുക്കൊന്ന് മടങ്ങാൻ സാർ, രാവിലെ വരാം. അങ്ങനെ 3 മണിയായപ്പോൾ ഞങ്ങൾ മടങ്ങി. വീണ്ടും ഞങ്ങൾ ക്വാർട്ടേഴ്സിലൊക്കെ എത്തി. 6 മണിക്ക് വീണ്ടും തളിപ്പറമ്പിൽ നിന്ന് പുറപ്പെടാൻ. അവിടെ അപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ആളുകൾ ഈ രാത്രി തിരച്ച് നിർത്തിയിട്ടില്ല. പലരും പല ടീമായിട്ട് തിരയാണ്. ഞങ്ങൾ 6 മണിക്ക് പുറപ്പെട്ടു. 6:30 മണിയായപ്പോൾ വിവരം കിട്ടി. ഈ പോകുന്ന വഴിയിൽ നിന്ന് ഒരു 75 മീറ്റർ മാറിയിട്ട് ഒരു കല്ലുവെട്ട് കുഴിയുണ്ട്. ആ കല്ലുവെട്ട് കുഴിയുടെ അപ്പുറത്ത് ഒരു പൊന്തയുള്ള സ്ഥലം, ആ ഭാഗത്ത് കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഈ സ്ത്രീ കിടക്കുന്നു. അവർ തൊട്ട് നോക്കുമ്പോൾ ജീവനില്ല. അത് അതേപോലെ കിടക്കുന്നു. വിവരം കിട്ടി. പോലീസ് അതിനെ സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ആ വിവരം. അപ്പോൾ അതിൻ്റെ പരിസരത്ത്
ഈ വഴിയിൽ നിന്നൊരു 30 മീറ്റർ മാറിയിട്ട് കുറച്ച് അരി ചിതറിക്കിടക്കുന്നുണ്ട്, കുറച്ച് വേറെ സ്ഥലത്ത് ഒരു അരി ചിതറിക്കിടക്കുന്നുണ്ട്. ഈ സഞ്ചി അവരുടെ തൊട്ട് അരികെ തന്നെയുണ്ട്. ഇതാണ് ആ അവസ്ഥ. ഈ സ്ത്രീ തന്നെ അല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പോലീസ് ഞാൻ മേലുദ്യോഗസ്ഥരൊക്കെ അറിയിച്ച വിവരം. അന്നൊരു പ്രത്യേക സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെടുന്നതാണ് ഈ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ. ശ്രീമതി ടീച്ചർ മന്ത്രിയായ സമയമാണ്, വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഞങ്ങളെ ഹേമേന്ദ്രൻ സാറ് IG കണ്ണൂരിൽ ചാർജ് എടുക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യം കേട്ട ന്യൂസ് ഇങ്ങനെയൊരു സ്ത്രീയെ മരണപ്പെട്ട നിലയിൽ കാണുന്നു എന്നുള്ളതാണ്. മിസ്സിങ്ങിന് ആൾറെഡി രാത്രി തന്നെ ഒരു കേസ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് കേസ് അന്വേഷണം CA ഏറ്റെടുത്തു. ഇൻക്വസ്റ്റിന് പോലീസ് ഡോഗിനെ വരുത്തി, അതുപോലെ തന്നെ സയൻറ്റിഫിക് എക്സ്പെർട്ടിനെ വരുത്തി, എല്ലാം നോക്കിയിട്ട് ബോഡി 7:30 മണിക്ക് തന്നെ പരിശോധന തുടങ്ങി. അപ്പോൾ കവിന്ന് കിടന്നെന്ന് മലത്തി കിടക്കുന്ന സമയത്ത് നെറ്റിയിൽ മുറിവുണ്ട്, അതിന് ബ്ലീഡിങ് വന്നിട്ടുണ്ട്. ആ നെറ്റിയിലേറ്റ മുറിവ് ആയിരിക്കാം മരണകാരണം എന്ന് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് തോന്നി. ബോഡി ഇൻക്വസ്റ്റ് നടത്തി വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, സൈനിക എക്സ്പെർട്ടിൻ്റെ സാന്നിധ്യത്തിൽ കംപ്ലീറ്റ് വസ്ത്രമൊക്കെ പരിശോധിച്ചു. ആഭരണം എന്നൊരു കഴുത്തിൽ സാധാരണ ധരിക്കാറില്ല, കാതിൽ ഒരു ചെറിയ കമ്മലുണ്ട്, അതതിൽ തന്നെ കാണുന്നുണ്ട്. ആഭരണം നഷ്ടപ്പെട്ടില്ല, വസ്ത്രങ്ങളൊക്കെ ഇൻടാക്റ്റാണ്, വേറെ ഒരു ഭാഗത്തും യാതൊരു പരിക്കുമില്ല. അപ്പോൾ സെക്ഷൽ അസാൾട്ട് നടന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. പിന്നെ ഇൻക്വസ്റ്റ് നടത്തി അത് പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോലീസ് ഡോഗ് വന്നു, പരിസരത്ത് കൂടെ ഒക്കെ ഒന്ന് നടന്നു എന്നല്ലാതെ മണം പിടിക്കാൻ ആ അരിയുടെ സഞ്ചിയുള്ളൂ, അതൊന്ന് പിടിച്ച് റേഷൻ കടയ്ക്ക് പോകുന്ന വഴി കൂടെ നടന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഉപകാരപ്രദമായ യാതൊന്നും കിട്ടിയില്ല. പിന്നെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എവിടെയൊന്നും കിട്ടിയില്ല. ഈ ബോഡി കടന്നതിൻ്റെ അടുത്തൊരു അത്യാവശ്യം ചെറിയ ഒരു 6 ഇഞ്ച് നീളത്തിലുള്ള ഒരു കല്ലുണ്ടായിരുന്നു. ചെറുതായിട്ട് ആ കല്ലിൽ രക്തമുണ്ടായിരുന്നു. ആ കല്ലും പോലീസ് ബന്ദോബസ്തിലെടുത്തു. IG ചാർജ് എടുത്തു എന്നുള്ള സ്ഥിതിക്ക് അദ്ദേഹം വന്നു. SP അന്ന് മാത്യു പോളിക്കാർപ്പ് സാറാണ്, അദ്ദേഹമൊക്കെ വന്നു. അവർ കേസന്വേഷണമൊക്കെ ഊർജിതമാക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്ന് അവരൊക്കെ മടങ്ങി. ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ അത് ഒരു മർഡറാവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു കാര്യമായിരുന്നു. സ്വയം വീണാൽ പറ്റാവുന്ന പരിക്കാണ് എന്ന് അപ്പോൾ തോന്നിയിട്ടില്ല. അപ്പോൾ എങ്ങനെയോ ആരോ ചെയ്തതായിട്ട് തന്നെയാണ് ആദ്യം അത് തോന്നിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ അടുത്ത് ചോദിക്കാനായിട്ട് CI പോയി. അപ്പോൾ പോലീസ് സർജൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ അഭിപ്രായമൊന്നും പറയില്ല, ഡോക്ടർ ഗോപാലകൃഷ്ണനുള്ള സാറ്, എനിക്ക് രാവിലെ ഞാൻ സ്പോട്ടൊന്ന് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം പിന്നീട് അതൊക്കെ വിശകലനം ചെയ്തതിന് ശേഷം CI ചോദിച്ച സമയത്ത് പറഞ്ഞത്, ഞാനും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കല്ലുകൊണ്ട് നെറ്റിയിലേറ്റ മുറിവാണ് മരണകാരണം. ഈ മുറിവ് വന്നു, അത് ആന്തരികമായിട്ടുള്ള ഇഞ്ചുറിയാണ് ആദ്യമായിട്ട് പറ്റിയത്. ബ്ലീഡിങ് അകത്തേക്കാണ് പോയത്, അത് ലെൻസിലേക്കും ബാക്കിയൊക്കെ പോയി. ഈ സംഭവം നടന്നത് ഇവിടെ വെച്ചല്ല, കുറച്ച് അപ്പുറത്ത് മറ്റെവിടെ വെച്ചിട്ടാണ്. പിന്നീട് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അത് വലിച്ച് കൊണ്ടുവന്നതിൻ്റെ ലക്ഷണം കാണാനുണ്ട്, ഇഞ്ചുറീസ് ഉണ്ട്. അവിടെ പരിസരത്തുള്ള കല്ലുകൊണ്ട് നെറ്റിയിലിടിച്ച പരിക്ക് ആണ് ഈ നെറ്റിയിലുള്ളത്. ആ കല്ലുകൊണ്ട് പോലത്തെ കാര്യം കൊണ്ട് ഇടിച്ചാലും പറ്റാം, തല എവിടെയെങ്കിലും അല്ലാതെ തട്ടിയാലും ആവാം, ഈ കല്ലുകൊണ്ട് തട്ടിയാലും ആവാം എന്ന് മറുപടി പറഞ്ഞു. അതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ്, അങ്ങനെ അകത്തേക്ക് രക്തം വന്നിട്ടുണ്ട്, അതും ആ രീതിയിലുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ച് സംഭവം നടന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആ സമയം കൊണ്ടാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാവും മരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഡോക്ടർ അഭിപ്രായം പറഞ്ഞത്. തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നെങ്കിൽ, ഈ പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് രക്ഷപ്പെടുമായിരുന്നു എന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടു. സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലത്ത് കൂടെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയ ഒരു ചർച്ചയായി, വലിയ രീതിയിലുള്ള ഒരു സംസാര വിഷയമായി പൊതുജനങ്ങളുടെ ഇടയിൽ. ആര് ചെയ്തു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്തിന് ചെയ്തു എന്നുള്ളതായി. സെക്ഷൽ അസാൾട്ടൊന്നും നടന്നിട്ടില്ല, സ്വർണ്ണാഭരണം എന്നുള്ളത് ആഭരണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ എന്തിന് ചെയ്തു, അതൊരു വലിയ ചോദ്യമായി നിന്നു. സദാനന്ദൻ CI എല്ലാ കാര്യത്തിലും പേരുകേട്ട, അന്വേഷണത്തിൽ മികവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്.
അന്വേഷണം മുമ്പോട്ട് പോയി. 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപീകരിച്ചു. ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് അവർ തളിപ്പറമ്പ് CA ഓഫീസിലേക്ക് അന്വേഷണം ഊർജിതമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചൊക്കെ സംഘടിപ്പിച്ചു. മാർച്ചൊക്കെ സമാധാനപരമായിട്ടെങ്കിലും ആ ദിവസം SP വിളിച്ചു. എന്താ ചെയ്യാന്ന് ചോദിച്ചു. എന്നെ സദാനന്ദനെയും വിളിച്ചു. ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം. എന്തിന് ചെയ്തു എന്നൊരു ഉത്തരം കിട്ടുന്നില്ല. നമ്മളിങ്ങനെ ആളുകളെ ഏതൊക്കെ ആളുകൾ അവിടെ കാലിമേക്കുന്ന ആളുകൾ, ആ സമയത്ത് അങ്ങോട്ടും വഴി നടക്കാൻ സാധ്യതയുള്ള ആളുകൾ, അപരിചിതരായ ആളുകൾ വല്ലതുണ്ടോ, ആരെങ്കിലും ആ ഭാഗത്തുകൂടെ വന്ന് മദ്യപിക്കാറുണ്ടോ, ചീട്ട് കളിക്കാറുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ പുറമെ അറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ കേസ് തെളിയിക്കും, സമയം വേണം എന്ന് ഞങ്ങൾ സിയോട് പറഞ്ഞു. യെസ്, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അത് മുമ്പോട്ട് പോയി. അത് 1 മാസമായി. ഇത് ഓരോ ദിവസവും ഇതിൻ്റെ പ്രോഗ്രസ് എന്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹേമേന്ദ്രൻ സാറ് ചാർജ് എടുത്ത ദിവസം അന്നായതുകൊണ്ട് ആ ദിവസം മുതൽ അദ്ദേഹം എന്നെയോ CAയോ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പല രീതിയിൽ അന്വേഷണത്തിൽ മികവ് കേട്ട ഉദ്യോഗസ്ഥനാണ് ഹേമേന്ദ്രൻ സാറ്. അദ്ദേഹം പല ഡയറക്ഷൻ തരും. ആ ഡയറക്ഷനിലൊക്കെ സദാനന്ദൻ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് വിടണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു. ആ ആവശ്യങ്ങൾ ഉയർന്ന് SP ഓഫീസ് മാർച്ചോ മറ്റോ ഒക്കെ വെച്ചു. അങ്ങനെ വന്ന സമയത്ത് SP എന്നെ വിളിച്ചു. അപ്പോൾ ഞാനും CAയും കൂടെ പോയി. അവിടെ പോയപ്പോൾ DGP ഇങ്ങനെ ചോദിച്ചു, ക്രൈംബ്രാഞ്ചിന് കൈമാറിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 100 ദിവസം സമയം വേണം. അന്ന് 100 ദിവസം സാർ, ഇത് സദാനന്ദനെ അന്വേഷിക്കുകയാണ്, എനിക്കാൾ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഈ കേസ് തെളിയും, പക്ഷേ ധൃതി കൂട്ടിയാലൊന്നും ആവില്ല. ഇതിൻ്റെ പ്രഷർ ഞങ്ങൾക്കറിയാം. ഒന്ന്, ഒരു വനിതാ മന്ത്രിയുടെ മണ്ഡലമാണ്. അത് ചാർജ് എടുത്ത ഉടനെ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്നുള്ളത് ദാരുണമാണ്, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. 2, നമ്മൾ IG ചാർജ് എടുത്ത ദിവസം ഉണ്ടായ ആദ്യത്തെ കേസ്. അപ്പോൾ ആ രീതിയിലുള്ള അത് ഞങ്ങൾക്കറിയാം. അത് ആ ടെൻഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തും. 100 ദിവസം സമയം വേണം. അപ്പോൾ 100 ദിവസം ഒന്ന് DGPയോട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ അങ്ങനെ തന്നെ പറഞ്ഞോ, ഞങ്ങൾക്ക് കണ്ടെത്തും തന്നെ ഉറപ്പ് പറഞ്ഞു. അങ്ങനെ DGPയോട് പറഞ്ഞു. ജേക്കബ് പൊന്നു സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞു തരേ, ശരി എന്നാൽ അവർ രണ്ടാളും തന്നെ നോക്കട്ടെ. അങ്ങനെ തൽക്കാലം അന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്നും കൊടുക്കാതെ ഞങ്ങളിങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഓരോ 100 ആളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആളുകളെ സംശയിക്കാവുന്ന രീതിയിൽ. പിന്നെ അത് 50ആയി, 25ആയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിളിച്ച ആളുകളെ തന്നെ വീണ്ടും വിളിക്കുകയാണ്. ഓരോരുത്തരുടെ മൊഴി ഞങ്ങൾ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വന്നെടുക്കും. തളിപ്പറമ്പ് CA ഓഫീസിൽ വന്നിട്ട് CA എടുക്കും. അതുകൂടാതെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഞാനും ചിലതൊക്കെ എടുക്കും. ചില ആളുകളെ വനിതാ പോലീസിനും ബാക്കി കൂട്ടി സ്ത്രീകളൊക്കെയാണെങ്കിൽ വീട്ടിൽ പോയി എടുക്കും. അതൊക്കെ ഒരാൾ എടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അടുത്ത ആൾ വണ്ട് പറഞ്ഞയക്കും. അതിൽ വേണ്ട കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ പരിശോധിക്കാൻ വേണ്ടി വീണ്ടും ആറ് ചോദ്യം ചെയ്യിക്കും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടും CA ഓഫീസിൽ വിളിച്ചിട്ടും സംഭവ സ്ഥലത്ത് അവരെ വീടുകളിൽ പോയി വിളിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പല ആളുകളെയും പല രീതിയിൽ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തളിപ്പറമ്പിലാണ് എൻ്റെയും സദാനന്ദൻ്റെയും ഓഫീസ്. ഒരു ബിൽഡിങ്ങിലാണ്. എൻ്റെ ഓഫീസ് ഗ്രൗണ്ട് ഫ്ലോറിലും മുകളിൽ അപ്സ്റ്റെയറിൽ CAയുടെ ഓഫീസുമാണ്. അപ്പോൾ സദാനന്ദൻ ഒരു ദിവസം വൈകിട്ട് 7 മണിക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു ബാബു തന്നെ പയ്യൻ വന്നിട്ടുണ്ട്. ആ പയ്യനെ വിളിച്ചിട്ടുണ്ട്. 2-3 തവണ വിളിച്ചു. 4ാമത്തെ തവണയാണ്. അവനെ വിളിച്ച സമയത്ത് അന്ന് ഇന്നും ചോദിച്ച സമയത്ത് സാറ് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ സദാനന്ദൻ വിളിച്ച ആളുകൾ വൈകുന്നേരം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുകളിൽ കയറിപ്പോയി അവരുടെ സദാനന്ദൻ ചോദിച്ചത് കൂടാതെ ഞാനും ചില കാര്യങ്ങൾ എഴുതിയെടുത്ത മൊഴി വായിച്ച് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അത് വെരിഫൈ ചെയ്യാറുണ്ടായിരുന്നു. അത് ഈ കേസ് തുടങ്ങിയ മുതലേ ഉള്ള ഒരു ശീലമാണ്. അതുപോലെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ അവർ ചോദിച്ചിരുന്ന സ്ക്വാഡുകാർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മൊഴിയൊക്കെ ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ ഇയാളെ വിളിച്ച സമയത്ത് മൊഴിയൊക്കെ നോക്കി മൊഴിയെടുത്തു എന്ന് ചോദിച്ചു. മൊഴിയെടുത്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഷർട്ടിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഷർട്ടിൽ അയാൾ ഒരു ചീർപ്പ്, ഒരു 20ൻ്റെയും 10ൻ്റെയും നോട്ട്, ഒരു പേന, പിന്നെ ഒരു ചുവന്നൊരു കടലാസ് ഒക്കെ അവിടെ മേശപ്പെടുത്തു. ഷർട്ടൊന്ന് അഴിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ
നഖത്തിൻ്റെ ഏതെങ്കിലും അടയാളങ്ങളുണ്ടോ, സംശയിക്കുന്ന അത്ര വലുതായിട്ട് സംശയിക്കുന്ന എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ നേതാക്കളും പലരും വിളിക്കും, സാർ അയാൾ 3ാമത്തെ തവണ വിളിക്കണേ, 4ാമത്തെ തവണ വിളിക്കണേ. ഞാൻ പറഞ്ഞു വെരിഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ, വേറെ ഒന്നും ഞങ്ങൾ ഹറാസ് ചെയ്യുന്നില്ലല്ലോ. അവർ വിളിക്കുന്നു, മൊഴി എടുക്കുന്നു, പറഞ്ഞു വിടുന്നു, രാത്രി പോലും ആരും നിർത്തുന്നില്ല. ഇതൊരു കൊലക്കേസല്ലേ എന്ന് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ അതിൽ അവർ സമാധാനിച്ച് നിൽക്കുകയാണ്. ഒക്കെ സദാനന്ദനുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ മൊഴി ഇയാളുടെ ഞാൻ ചോദിച്ചു, ഷർട്ട് അഴിക്കാൻ പറഞ്ഞു. ഷർട്ടൊക്കെ അഴിച്ച് ദേഹത്തൊക്കെ നോക്കി, ദേഹത്ത് വേറെ ഒന്നും കണ്ടില്ല. മുണ്ടഴിക്കാൻ നോക്കി, മുണ്ടഴിക്കാൻ പറഞ്ഞു. പിന്നെ ഇന്നർവേലാണ് നിർത്തിയിട്ട് ബാക്കി എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളും നോക്കി, വേറെ ഇഞ്ചുറീസ് ഒന്നും. സംഭവം നടന്ന് 50 ദിവസമായെങ്കിലും ഏതെങ്കിലും മുറിയുടെ പാടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താ ഏതെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇവരൊരു 23 വയസ്സുള്ള ബാബുവാണ്. 23 വയസ്സുള്ള ബാബു. അപ്പോൾ ഞാനിത് അതിങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ പൈസയാണെന്ന് എണ്ണി നോക്കി, 20ൻ്റെയും 10ൻ്റെയും നോട്ടൊക്കെ തുറന്നു. ചീർപ്പിൽ ഞാനൊന്ന് നോക്കി. അതോടൊപ്പം തന്നെ പേനയിൽ മഷിയുണ്ടോ, എന്ത് പേനയെന്നൊക്കെ ഞാൻ പേപ്പറിലൊക്കെ എഴുതി നോക്കി. സംശയിക്കാത്ത രീതിയിൽ ആ ചുവന്ന കടലാസിൻ്റെ കഷ്ണം ഞാൻ നോക്കി. അതൊരു ഡെൻ്റൽ ആശുപത്രിയുടെ ഷീട്ടാണ്. യാദൃശ്യമായിട്ട് എൻ്റെ കണ്ണൊന്ന് ഉടക്കി. ഈ ഡേറ്റിൽ കണ്ടപ്പോൾ ഡേറ്റ് സംഭവം നടന്ന ഡേറ്റാണ്. അതറിയാത്ത രീതിയിൽ ഞാനവിടെ മടക്കി വെച്ച് വീണ്ടും അവനോട് വീട്ടുകാര്യങ്ങളും ഒക്കെ ചോദിച്ച്, പശു ഉണ്ടോ, പശുവിനെ തീറ്റാറുണ്ടോ എന്ന് ഇടയ്ക്ക് പശുവിനെ തീറ്റാൻ പോകും. എന്ന് പോയിരുന്നോ അന്നത്തെ ദിവസം ചോദിച്ചു. അല്ല, ഇന്ന് ഉച്ചവരെ പോയുള്ളൂ, ഇന്ന് ഞാൻ പോയിട്ടില്ല, വേറെ കൂലിപ്പണിക്ക് പോകാറുണ്ടെന്ന് പറഞ്ഞു. അന്ന് പോയിട്ടില്ലെന്ന് വരാനുള്ളതുകൊണ്ട് ഇന്ന് 4ാമത്തെ തവണ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റൈറ്ററോട് പറഞ്ഞു, ഇയാളുടെ മൊഴി വെരിഫൈ ചെയ്തിട്ട് അത് ഇയാൾ പറയുന്നത് മുഴുവൻ ശരിയാണോ, പറയാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞു. സദാനന്ദൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. സദാനന്ദനോട് ഞാൻ പറഞ്ഞു, സദാനന്ദ ഈ ഡേറ്റ് കാണിച്ചു കൊടുത്തു. ഈ ബാബു കാണാതെ, ഡേറ്റ് ഇതാണ്, വേഗം ആശുപത്രിയിൽ പോയി ചോദിക്കുക പറഞ്ഞു. ഇതേ ദിവസം തളിപ്പറമ്പിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചികിത്സ തേടിയ കടലാസാണിത്. ഞാൻ വേഗം സദാനന്ദത്ത് കൊടുത്തു. സദാനന്ദം വേഗം ഇറങ്ങി വണ്ടി എടുത്ത് വേഗം പോയി. അവിടെ പോയി ഡോക്ടർ അപ്പോൾ പോയിട്ടുണ്ട്, രാവിലെ ഇനി വരുള്ളൂ പറഞ്ഞു. ഡോക്ടറെ ഫോണിൽ വിളിച്ചു. ഡോക്ടർ ഞാൻ 8:30ക്കാണ് വരാറുള്ളത്, 9 മണിക്കാണ് വരാറുള്ളത്, ഞാൻ 8:30ക്ക് വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കഥ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അത് ഏതാണ്ട് ഓർമ്മ വരുന്നുണ്ട്. ഒരു പയ്യൻ പല്ലിന് എന്തോ ചെറിയ കേടുണ്ടായിരുന്നു, ചുണ്ടും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, ബാത്റൂമിൽ വീണെന്നോ എന്തോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ വന്നിട്ട് കേസ് ഷീറ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അന്ന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് വിവരം പറഞ്ഞ് സദാനന്ദൻ ഇവിടെ വന്നു. വീണ്ടും ബാബുവിനെ നമ്മളവിടെ നിർത്തി വീണ്ടും ഒന്നുകൂടെ ചോദ്യം ചെയ്യാണ്. പല ആളുകളെയും നമ്മൾ 3ഉം 4ഉം തവണ വിളിക്കാറുണ്ട്. അപ്പോൾ അതായത് ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾ പോലീസ് ചോദിക്കുന്ന സമയത്ത് മുഴുവൻ പറഞ്ഞോളന്നില്ല. അപ്പോൾ മുഴുവൻ പറയാത്തതുകൊണ്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, ഒരു ദിവസം വേറൊന്ന് പറഞ്ഞു, അങ്ങനെ വരുമ്പോൾ അന്ന് പറയാറുന്നത് അത് ഇതല്ലല്ലോ, ഇങ്ങനെയല്ലേ എന്തൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി 2-3 തവണ നമ്മൾ വിളിക്കാറുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ ബാബുവിനെയും വിളിക്കുന്നത്. ബാബു ഇതുവരെ ഈ 3 തവണ വിളിച്ചപ്പോഴും 4ാമത്തെ തവണ വിളിച്ച് മൊഴി കൊടുത്തപ്പോഴും ഈ ആശുപത്രിയിൽ പോയ പല്ലിന് പരിക്ക് പറ്റിയ കാര്യം അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതായാലും അവന് വിശദമായിട്ടൊന്ന് ചോദിക്കാമെന്ന് കരുതി നമ്മൾ അവിടുന്ന് സദാനന്ദനോട് പറഞ്ഞു നേരെ പോലീസ് സ്റ്റേഷൻ താഴെ വേറെ അടുത്തന്നെ ഉള്ള കെട്ടിടമാണ് പോലീസ് സ്റ്റേഷനിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരോട് അവനെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നിർത്താൻ പറഞ്ഞ് ഞാനും സദാനന്ദനും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവിടെ മുമ്പോട്ട് പോയി താഴെ പോയി വീണ്ടും അവൻ്റെ മൊഴി വിശദമായിട്ട് ചോദിക്കുകയാണ്. അവനോട് വിശദമായിട്ട് ചോദിച്ച് മൊഴി എടുക്കുന്ന സമയത്ത് അപ്പോഴും അവൻ ഈ ആശുപത്രിയിൽ പോയ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ അറിയാത്ത രീതിയിൽ ഞങ്ങൾ അവനോട് സംശയങ്ങൾ ചോദിച്ചു. നീ പിന്നെ വേറെന്തെങ്കിലും ചികിത്സയ്ക്ക് അടുത്ത കാലത്തെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അങ്ങനെ പല്ലിന് ചെറിയ വേദന വന്നിട്ട് പല്ലിന് ചെറിയ കേട് വന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. എങ്ങനെ കേട് വന്നത്? ബാത്റൂമിൽ ഞാൻ സ്ലിപ്പ് ചെയ്ത് പോയി, എന്നിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പല്ല് അവിടെ കൂട്ടിയിടിച്ച് അതെന്നായിരുന്നു? അത് ഒരു ഡേറ്റ് പറഞ്ഞത് ഈ സംഭവ ദിവസത്തിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. ശരി എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഒന്നും അറിയാത്ത രീതിയിൽ ബാക്കിയുള്ളത്. അപ്പോൾ
അതിൻ്റെ കൂടെ ഇതിൻ്റെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പന്തിയെല്ലാം തോന്നി. അവൻ്റെ കൂടെ വന്ന ബന്ധുക്കൾ 1-2 ആൾ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അവൻ ഇന്ന് തൽക്കാലം ഞങ്ങളൊന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യാണ്, നാളെ അവനെ പറഞ്ഞേക്കുന്നുള്ളൂ. 2-3 ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവനൊന്ന് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെരിഫൈ ആയിട്ട് നാളെ പറയാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു പൊതുപ്രവർത്തകൻ CA സദാനന്ദനെ വിളിച്ചു. ഇങ്ങനെ എന്തുകൊണ്ടാണ് അവനെ ഇപ്പോൾ ഇന്ന് വിടുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നത്, എന്താ കാര്യം, വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറിയൊരു കാര്യം ഉണ്ട്, രാവിലെ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ബന്ധുക്കളോട് അങ്ങനെ പറയാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ബന്ധുക്കളെ അങ്ങനെ പറഞ്ഞയച്ച് അവർ പറഞ്ഞു പോയി. പിന്നീട് അവർ 12 മണി വരെ ഞാനും സദാനന്ദനും അവനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തു. ഞാൻ ഏതായാലും പോയി, രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് പോയി. രാവിലെ 8:30 ആയപ്പോൾ ഈ അവിടെയുള്ള തളിപ്പറമ്പിലുള്ള ആശുപത്രിയിലെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഈ പ്രിസ്ക്രിപ്ഷൻ സഹിതം CA സദാനന്ദൻ പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ കേസ് ഷീറ്റ് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാൾ ഇവിടെ വന്നതാണ്, ഇത് ഞാൻ കൊടുത്ത ഷീറ്റാണ്. അയാൾ പല്ലിന് രാത്രിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പല്ല് ബാത്റൂമിൽ സ്ലിപ്പായി വീണ് ചുമരിനിടിച്ചാണ് പറഞ്ഞു. ചുണ്ടിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ആ ഇഞ്ചുറിയും കൊണ്ടാണ് വന്നത്. അത് ചുമരിന് കൊണ്ടാലും പറ്റാവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. അതായത് ഫ്രണ്ടിൽ നിന്ന് ഒരു ബലം പ്രയോഗിച്ചാൽ പറ്റാവുന്ന ഒന്നാണ്. ദിവസം ഇത് തന്നെയാണ്. അവിടുത്തെ റെക്കോർഡ് നോക്കി, OP കാർഡിൻ്റെയൊക്കെ ഇവിടുത്തെ റെക്കോർഡ് നോക്കിയപ്പോൾ ഇത് തന്നെയാണ്. വീണ്ടും തിരിച്ചു വന്നു, കാര്യം എന്നോട് പറഞ്ഞു. കൂടുതലായിട്ട് അവനെ ചോദ്യം ചെയ്തു. പിന്നീട് അവനെ ഞങ്ങളെ ചോദ്യത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമൊക്കെ കൂടി അവനെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് ആശുപത്രിയിൽ പോയ ദിവസത്തിലേക്ക് നമ്മളെത്തി. ആശുപത്രിയിലേക്ക് പോയ ദിവസം എപ്പോഴും പറയുമ്പോൾ ഒരു ദിവസം മുമ്പാണ് പറയാം. അതിൻ്റെ കാർഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാർഡ് അവിടെ ഉണ്ടായിരുന്ന ചുവന്ന കാർഡ്. ശരി, ആ ഡേറ്റ് ഓർമ്മയുണ്ട്. ഉറപ്പല്ലേ ചോദിച്ചു. ഉറപ്പാണ്. ഇതാണോ കാർഡ്? അതിൽ എത്രയോ ഡേറ്റ് എഴുതിയെന്ന് ചോദിച്ചു. ഇതാണ് ഡേറ്റ്. അവനെ കണ്ടപ്പോൾ പറഞ്ഞു അതെ, ഈ ദിവസം ഞാൻ പോയത്. എത്ര മണിക്കാണ് പോയത്? ഞാനൊരു 6 മണി 6:30 പോയത്. യെസ്. നിങ്ങളെ അയൽവാസി മരണപ്പെട്ടത് എന്നാണ്? അപ്പോൾ പറഞ്ഞു അത് എന്ന് പറഞ്ഞു പരിഭ്രമിച്ചു. പെട്ടെന്ന് അവൻ വയർക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കൊടുക്കുകയെന്ന് പറഞ്ഞു. ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കൊടുന്ന് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും ചോദിച്ചില്ല, അവനവിടെ ഇരുത്തി. പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് സദാനന്ദൻ വിശദമായിട്ട് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറഞ്ഞ കഥ, ഇവന് ചെറിയ കൂലിപ്പണിക്കൊക്കെ പോകാറുണ്ട്. അന്നൊന്നും ജോലിക്കൊന്നും പോയില്ല. ഉച്ചവരെ പശുവിനെ മേയ്ക്കാനായിട്ട് ഇതിൻ്റെ പരിസരത്ത് കൂടെ അവൻ പോയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്ന് പിന്നെ ഊണമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ചേച്ചി ഇങ്ങനെ റേഷൻ കടയ്ക്ക് പോകുന്നത് അവൻ കണ്ടു. അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ കുറച്ച് പിന്നാലെ അവൻ നടന്ന് അവൻ പിന്നെ അടുത്ത് തിരിച്ചു വരുന്നവരെ വഴിയിൽ അവിടെയൊക്കെ കാത്തു നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വെറുതെ ഒന്ന് കയ്യിന് പിടിക്കാമെന്നോ ഒന്ന് കിസ് ചെയ്യാമെന്നോ എന്നൊക്കെ ഉള്ള ചെറിയ ഉദ്ദേശങ്ങൾ വെച്ച് അങ്ങനെ കൂടെ നിന്നു. ആ അരിയുടെ സഞ്ചി ഇങ്ങനെ പിന്നെ തലയിലും വെച്ചിട്ട് ആ സ്ത്രീ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് പശുവിൻ്റെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള ധാരണയിൽ അത് ആ സ്ത്രീ ഇവനവിടെ ഓരോന്ന് കാണുന്നുണ്ട്. അപ്പോൾ പശു ഉണ്ടാവും എന്ന് കരുതി ഒന്ന് ചിരിച്ചു, ഇവൻ അങ്ങോട്ടും ചിരിച്ചു. പിന്നെ പശുവിനെ നോക്കാനുള്ള രീതിയിലാന്നുള്ള രീതിയിൽ അവൻ പുറകിലിങ്ങനെ ഫോളോ ചെയ്തിട്ട് പതുക്കെ അരക്കെട്ടിന് പിടിക്കുകയും വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീ ഒന്ന് കോതറി, അരി വിടാതിരിക്കാൻ വേണ്ടി ഒന്ന് കോതറി പതുക്കെ കുറച്ച് ഒരു സൈഡിലേക്ക് അവനങ്ങോട്ട് വലിച്ച് പോയപ്പോൾ ഒരു 5 മീറ്റർ 10 മീറ്റർ പോയ സമയത്ത് രണ്ടാളും കൂടെ കെട്ടിമറിഞ്ഞ് വീണ സ്ഥലത്ത് അരി തലയിൽ നിന്ന് വീണു. ആ വീണ സ്ഥലത്ത് ഇവൻ്റെ എന്ന് പിടുത്തം വിടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ കിടന്ന സ്ഥലത്ത് അരി വിട്ടപ്പോൾ ഒരു കല്ല് അവൾക്ക് കിട്ടി. ആ കല്ലെടുത്തിട്ട് ഇവനെ അതുകൊണ്ട് തള്ളി നീക്കുകയാണ് മുഖത്ത്. ആ തള്ളി നീക്കലാണ് ഇവന് പരിക്ക് പറ്റിയത്. അത് ഇവന് വേദനിച്ചപ്പോൾ ആ കല്ല് തന്നെ പിടിച്ചു വാങ്ങി തലയ്ക്ക് ഒരു അടി അടിച്ചു. അതിൽ പെട്ടെന്ന് അവർ ബോധം കെട്ട പോലെ അവിടെ കിടന്നു. അപ്പോൾ ഇവൻ പരിസരത്ത് ആരെങ്കിലും കണ്ടോ, സമയം ഒരു 6-6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടോ ഇല്ലേ എന്നൊരു സംശയമായി. അപ്പോൾ ഇനി അത് എന്തെങ്കിലും ആയെങ്കിലോ എന്ന് കരുതിയിട്ട് ഇനി ആകെ പ്രശ്നമാവില്ലേ എന്ന് കരുതി അവൻ നേരെ അവിടുന്ന് ബോഡി പതുക്കെ വലിച്ച് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ആ കല്ലുവെട്ട് കുഴിയുടെ ഭാഗത്തേക്ക് നിർത്തി ഒന്നുമില്ലാത്ത രീതിയിൽ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കിയുള്ളവരുടെ കൂടെ എല്ലാവരും തിരയാനിറങ്ങിയപ്പോൾ അവനും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്ഷൻ കമ്മിറ്റിയിലും ബാക്കിയൊക്കെ
വലിയ സജീവമായ ആളല്ലെങ്കിലും അതിൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു. പോലീസ് എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു എന്നുള്ള ദിവസം അതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് അവനും ഇരിക്കുകയാണ്. ഇത് 100 ദിവസം എന്ന് ഞാനന്ന് എസ് പിയോട് വാക്ക് പറഞ്ഞത് 50ാമത്തെ ദിവസം ഈ കേസിന് ഇങ്ങനൊരു തെളിവിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള വിവരം കേട്ട സമയത്ത് ഹേമേന്ദ്രൻ സാറ് പറഞ്ഞു, പല കേസുകളും ഞാനിങ്ങനെ ഇതുപോലെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ പ്രഷർ വന്നാൽ എന്തുകൊണ്ട് തെളിഞ്ഞില്ല ആക്ഷൻ കമ്മിറ്റി, പോലീസ് സ്റ്റേഷൻ മാർച്ച്, SP ഓഫീസ് മാർച്ചൊക്കെ വരുമ്പോൾ പോലീസ് സമനില വിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം സാധാരണ ഇത്തരം കേസുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അത്തരം പരാതികളൊന്നും നിങ്ങൾ ചെയ്തില്ല ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. SP യോട് ചോദിച്ചപ്പോഴും ഇല്ല എന്നാണ് കേട്ടത്. അത്തരം പോലീസ് ഹറാസ്മെൻറ്റിനെ കുറിച്ച് ഒരു പരാതിയും ഇവിടെ വന്നില്ല. നിങ്ങൾ 50 ദിവസം കൊണ്ട് നല്ല അന്വേഷണം നടത്തിയത്, ഇനി അത് നല്ല രീതിയിൽ കേസിൽ കുറ്റപത്രം കൊടുക്കണം എന്ന് സദാനന്ദനോട് നിർദ്ദേശിച്ചു. അങ്ങനെ പിന്നെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി സദാനന്ദൻ അത് കേസ് കുറ്റപത്രം കൊടുത്തു. മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറ്റപത്രം കൊടുത്തു. പിന്നീട് അവനെ 12 കൊല്ലോ മറ്റേ പ്രായം കണക്കിലെടുത്ത്, ലൈഫിനായിരുന്നു അത്, പ്രായം കണക്കിലെടുത്ത് 12 കൊല്ലോ മറ്റോ ശിക്ഷിച്ചു എന്നാണ് അറിഞ്ഞത്. 4 പടക്കം പൊട്ടുന്ന രീതിയിൽ ഒച്ച കേട്ടു. അപ്പോൾ അയ്യോ സാറേ പറ്റിച്ചു എന്ന് എൻ്റെ ഡ്രൈവർ ബാപ്പു പറഞ്ഞു. ഉടനെ വണ്ടി എടുക്കുകയെന്ന് പറഞ്ഞു. വണ്ടി എടുത്ത് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. അപ്പോൾ അവിടെ ഒരു ഷട്ടർ ഇട്ട അടഞ്ഞു കിടക്കുന്ന ഒരു കടയുടെ വരാന്തയിൽ വരാന്തയിൽ രക്തമുണ്ട്. അവിടെ നിന്ന് ഒരാളെ, രക്തമൊലിച്ച രീതിയിലുള്ള ഒരാളെ ഒരു ജീപ്പിൽ കയറ്റി നേരെ മലപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുപോയി. വേറൊരാളെ മറ്റൊരു ജീപ്പിൽ കയറ്റിയിട്ട് കോഴിക്കോട് ഭാഗത്തേക്കും കൊണ്ടുപോയി. എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വെടിവെച്ചതാണ്.